നമസ്കാരം. സീലകം ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. പിന്നെ ഞങ്ങൾ വീഡിയോ ഇട്ടിട്ട് കുറച്ചായി, ശരിക്കും പറഞ്ഞൊരു 3 മാസം ഒക്കെ ആയിണ്ടാവും എന്ന് വിചാരിക്കുന്നു. അത് ചില കാര്യങ്ങൾ കാരണം പറ്റിയില്ല അല്ലേ? അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങളിപ്പോൾ വീഡിയോയിൽ വരാൻ പ്രത്യേകിച്ച് കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ കമ്പനിയിൽ നിന്ന് റിട്ടയർമെൻ്റ് ആയിട്ട് നാട്ടിൽ പോകാനുള്ള ഒരു ശ്രമത്തിലിരിക്കുകയാണ്. ശ്രമമല്ല, നാട്ടിൽ പോയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇന്നിൻ്റെ ലാസ്റ്റ് ഡ്യൂട്ടിയായിരുന്നു. 30 വർഷം എമിറേറ്റ്സ് ഫ്ലൈറ്റ് കാറ്ററിങ്ങിൽ ജോലി ചെയ്തിട്ട് ഇന്ന് ലാസ്റ്റ് ഡ്യൂട്ടിയായിരുന്നു. അപ്പോൾ ആ ഒരു എന്താ പറയുക, വിഷമവും സന്തോഷവും എല്ലാം ഉണ്ട് അല്ലേ? എന്നുവെച്ചാൽ റിട്ടയർഡായി പോകാന്ന് പറയുമ്പോൾ, കാരണം വെച്ചാൽ നമ്മൾ അത്രയും സ്നേഹിച്ചൊരു കമ്പനിയാണ് ഫ്ലൈറ്റ് കാറ്ററിംഗ് എന്ന് പറയുമ്പോഴേക്ക്. ഒരു കുടുംബം പോലെ അല്ലേ? അങ്ങനെ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഇപ്പം നമ്മുടെ പുറകിൽ കാണുന്നതൊക്കെ, ഈ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ. സാധനങ്ങൾ ഒരുക്കി റൂം നിറഞ്ഞു. അതെ അതെ അല്ലേ? ഇങ്ങനെ എല്ലാം വാരി വലിച്ച് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഇട്ട്. അപ്പോൾ സാധനങ്ങള് നാളെ കൊണ്ടുപോകും. നാളെ വരും. അപ്പോൾ നാളെ കുറച്ച് സാധനങ്ങൾ കാർഗോയിൽ അയക്കാനുള്ള പരിപാടിയാണ്. എന്തായാലും TR അടിച്ചു പോകല്ലേ അങ്ങനെ. അപ്പോൾ അതിൻ്റെ ഒരു ഇതിലിരിക്കുകയാണ്. സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്തെന്നാ പറയാം, ഇവിടെ ഉള്ള ഇത്രയും കാലം ഞാനൊരു അറൗണ്ട് ഒരു 38 ഇയേഴ്സായി ഇവിടെ വർക്ക് ചെയ്യുന്നു UAE. അങ്ങനെ കമ്പനി ഇപ്പോൾ ഒറ്റ കമ്പനി എന്ന് പറഞ്ഞാൽ 30 ഇയേഴ്സ് അല്ലേ? അങ്ങനെ അപ്പോൾ ശരിക്കും പറഞ്ഞ പോണേൽ സങ്കടമുണ്ട്. പിന്നെ പോയാലേ പറ്റൂ, നമ്മുടെ നാട്ടിലേക്ക് നമ്മൾ പോയാലേ പറ്റൂ അല്ലേ? പിന്നെ എത്ര നല്ലൊരു നാട് വിട്ടിട്ട് പോകുമ്പോൾ വിഷമമുണ്ട്. നമ്മൾ ഇത്രയും സേഫായിട്ട് ഇവിടെ ജീവിച്ച് ഇത്രയും വർഷം നമ്മുടെ ഈ മണ്ണ് മറക്കാൻ പറ്റില്ല. എനിക്ക് മൂപ്പർക്കൊന്നും മറക്കാൻ പറ്റില്ല അല്ലേ? അങ്ങനെ അപ്പോൾ ജസ്റ്റ് ഞാൻ ഒന്ന് ഇവിടെ ഇങ്ങനെ ആകെ അലങ്കോലമായിട്ട് എടുക്കുക. റൂം കാലിയാക്കണം. ഈ മാസം 30-ാം തീയതി നമ്മളേക്ക് കാലിയാക്കണം. അപ്പോൾ സാധനങ്ങൾ നാളെ അയക്കും. അപ്പോൾ ആകെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ കാണിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അല്ലേ? അതെ, അവിടെ ഇവിടെ ഒക്കെ അങ്ങനെ ഇരിക്കുക സാധനങ്ങൾ. സംഭവം വീട്ടിലത്തെ നമ്മുടെ പഴയ കുറെ കൊല്ലത്തെ സാധനങ്ങളാണ് ഇതൊക്കെ. ഇതറിയില്ല എന്നുവെച്ചാൽ 38 വർഷം കാത്തു സൂക്ഷിച്ച പല സാധനങ്ങൾ ഇതിലുണ്ടാവും അല്ലേ? പിന്നെ ചെണ്ട കൊണ്ടോണല്ലോ. ഇല്ല, അത് വേണ്ട, അത് കൊണ്ടുപോണ്ട. ഇന്നിപ്പോൾ എൻ്റെ റിട്ടയർമെൻ്റ് ഭാഗമായിട്ട് ഇന്ന് ഒരു ഹോട്ടലിൽ ലഞ്ച് പാർട്ടി ഉണ്ടായിരുന്നു. നമ്മുടെ എയർപോർട്ടിൻ്റെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ. അതിന് നമ്മുടെ ബോസ്, അങ്ങനെ കുറച്ച് മാനേജേഴ്സും എല്ലാവരും ഉണ്ടായിരുന്നു. എനിക്ക് സങ്കടമായി പോയി. പിന്നെ എനിക്ക് ഭയങ്കര സങ്കടമായി പോയി. അയ്യോ, പിന്നെ എൻ്റെ ബോസിനെ നമുക്ക് മറക്കാനേ പറ്റില്ല. അത്രയ്ക്കും ഹെൽപ്പ് എനിക്ക് ചെയ്തുള്ള ബോസാണ് എൻ്റെ ബോസ്. അങ്ങനെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഇനിയിപ്പോൾ ഇനിയിപ്പോൾ എന്താ പറ. അല്ല, ഒന്നുമില്ല. ഇപ്പൊ ഇതന്നെ പാക്ക് ചെയ്തിട്ട് എല്ലാം ഒന്ന് അയക്കുന്ന വരെ, നാട്ടിലെത്തുന്ന വരെ ഒരു സമാധാനം ഇല്ല. ഒക്കെ ഒന്ന് ഒരു ടെൻഷൻ തന്നെ. അവിടെ എത്തുന്ന വരെ സാധനങ്ങൾ ആകെ മതിയായി അല്ലേ? എല്ലാം ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ച് ഇപ്പൊ അവിടെ എത്തുന്നവരോട് സമാധാനമില്ല. ഒന്നുമില്ല, സമാധാനക്കേടല്ല. എന്നാലും ഇത് ഓരോന്ന് മുക്കിലും മൂലയിലും ഉണ്ടായൊക്കെ പെറുക്കി കൂട്ടിയപ്പോ എന്തോരു സാധനം ഞാൻ തന്നെ നമ്മുടെ വീട്ടിൽ കൊള്ളുമെന്നാ ഇപ്പൊ എനിക്ക് തോന്നുന്നു. കൊള്ളില്ല തോന്നുന്നില്ലേ? കൊറേ സാധനം ഉണ്ട്.
ഇതൊക്കെ നമ്മുടെ ഈ റൂമിന്റെ ഉള്ളിൽ ഉണ്ടായ സാധനം തന്നെ അല്ലേ എന്ന് അതന്നെ അത് ഞാനും അതന്നെ ചിന്തിക്കുന്നു. എന്തോരം സാധന കൊറേ ഉണ്ട് സാധനങ്ങള്. അങ്ങനെ നമ്മുടെ കാർഗോ ടീം എത്തിയിട്ടുണ്ട്. കാർഗോ ടീം വന്നതാ പാക്ക് ചെയ്യുന്നുണ്ട്. പാക്കിങ് സ്റ്റാർട്ടായി. റോണ കാർഗയാണ്. അങ്ങനെ നമ്മുടെ പാക്കിങ് ഏകദേശം തയ്യാറായി. അങ്ങനെ നമ്മൾ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് കാർഗോക്കാർ കൊണ്ടുപോയി. നമ്മൾ അയച്ചത് റോണ കാർഗയാണ്. റോണ ഒരു മാസം പിടിക്കും. ഒരു മാസം കഴിഞ്ഞ് ചിലപ്പോൾ എബവ് അതിൽ ആയിരിക്കും, പറയാൻ പറ്റില്ല. പിന്നെ അങ്ങനെ അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ നമുക്ക്. അപ്പോൾ ശരി, എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.